തെക്ക് കിഴക്കൻ ആഫ്രിക്കയിൽ ടാൻസാനിയക്കടുത്തുള്ള ഒരു വലിയ രാജ്യമാണ് മലാവി. കേരളത്തിന്റെ 3 ഇരട്ടി വലുപ്പമുള്ള ഈ രാജ്യത്തിൽ 2 കോടിയോളം ജനങ്ങൾ താമസിക്കുന്നു. പണ്ട് ബ്രിട്ടീഷുകാരായിരുന്നു മലാവി ഭരിച്ചിരുന്നത്. 60 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളുമായി നല്ല ബന്ധത്തിലാണ് മലാവി. എങ്കിലും വേണ്ടത്ര സാമ്പത്തിക വികസനം ഈ രാജ്യത്തിന് കൈവരിക്കുവാൻ സാധിച്ചിട്ടില്ല. കൃഷിയെ ആശ്രയിച്ചാണ് സാമ്പത്തിക വ്യവസ്ഥ നിലകൊള്ളുന്നത്. വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും പിന്നോക്കമാണ്. എയ്ഡ്സ് രോഗത്തിന്റെ ശല്യവും ഇവിടെയുണ്ട്. ആഫ്രിക്കക്കാരും ഏഷ്യക്കാരും യൂറോപ്യൻസും മലാവിയിൽ താമസിക്കുന്നു. പല ഭാഷകൾ സംസാരിക്കുന്നവരും പല മതക്കാരും ഇവിടെയുണ്ട്. ലോകബാങ്കും IMFും വലിയ തോതിൽ സാമ്പത്തിക സഹായം കൊടുത്തിരുന്ന ഒരു രാജ്യമാണ് മലാവി. എന്നാൽ ലഭിക്കുന്ന കാശ് മുഴുവൻ അടിച്ചു മാറ്റുന്ന സ്വഭാവം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സഹായം കൊടുക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. മലാവിയിൽ പുകയിലയും കരിമ്പും പരുത്തിയും ഉരുളക്കിഴങ്ങും വളർത്തുന്നുണ്ട്. ചായത്തോട്ടങ്ങൾ ധാരാളമുണ്ട്. കന്നുകാലി വളർത്തലും പഞ്ചസാര ഉൽപാദനവും പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലകളാണ്. സിമെന്റും കൺസ്യൂമർ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. രാജ്യത്ത് 31 എയർപോർട്ടുകൾ ഉണ്ടെങ്കിലും 2 അന്തർദേശീയ വിമാനത്താവളങ്ങൾ മാത്രമേയുള്ളൂ. 800 കിലോമീറ്റർ റെയിൽവേ നെറ്റ്വർക്കും ഇവിടെയുണ്ട്. 1 ലക്ഷത്തിലധികം ജനങ്ങൾ താമസിക്കുന്ന 4 നഗരങ്ങൾ ഈ രാജ്യത്തിലുണ്ട്. 87% ക്രിസ്ത്യാനികളും 12% മുസ്ലിങ്ങളുമാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെയുള്ള മുസ്ലിങ്ങൾ കൂടുതലും സുന്നി വിഭാഗക്കാരാണ്. ഖാദിരിയ തരീക്കത്തിൽ അല്ലെങ്കിൽ സുക്കൂട്ടു തരീക്കത്തിൽപ്പെട്ട സൂഫികളാണ് ഇവിടെ കൂടുതലായിട്ടുള്ള മുസ്ലിങ്ങൾ. ഉയർന്ന സൗഹാർദ്ദഭാവമുള്ള ജനങ്ങളാണ് മലാവിയിൽ താമസിക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തെ വാം ഹാർട്ട് ഓഫ് ആഫ്രിക്ക എന്ന് വിളിക്കാറുണ്ട്. മലാവിയുടെ തലസ്ഥാനം ലൈലോങ്വേ നഗരമാണ്. 11 ലക്ഷം ജനങ്ങൾ തലസ്ഥാന നഗരിയിൽ താമസിക്കുന്നു. ധാരാളം പച്ചപ്പുള്ള ഒരു നഗരമാണ് ലൈലോങ്വേ. ഒരു വനപ്രദേശത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന അനേകം കെട്ടിടങ്ങളാണ് തലസ്ഥാന നഗരി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പച്ചപ്പുള്ള തലസ്ഥാന നഗരികളിൽ ലൈലോങ്വേയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തിലെ പ്രധാനപ്പെട്ട ബിസിനസ് സിറ്റി ബ്ലാൻഡയർ ആണ്. തലസ്ഥാന നഗരിക്ക് തുല്യമായ ജനസംഖ്യ ഈ ബിസിനസ് നഗരത്തിലുണ്ട്. ബ്ലാൻഡയർ നഗരത്തിലെ ചൈനാദ റെസ്റ്റോറൻറ്റ് നഗരത്തിലെ ഏറ്റവും വലിയ ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുത്തെ പൊരിച്ച താറാവ് വലിയ പേരെടുത്തിട്ടുണ്ട്. സൽക്കാരങ്ങൾ നടത്താൻ 5 പ്രൈവറ്റ് ഡൈനിങ് റൂമുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ജംഗിൾ പെപ്പർ റെസ്റ്റോറൻറ്റ് പലതരത്തിലുള്ള പിസ്സകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. വളരെ രുചികരമായ പോർച്ചുഗീസ് ഭക്ഷണം ഇവിടെ ലഭിക്കും. അതുപോലെ ബോംബെ പാലസ് മികച്ച ഇന്ത്യൻ ഭക്ഷണം നൽകുന്നു. വമ്പിച്ച തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് മുൻകൂട്ടി റിസർവേഷൻ ചെയ്യേണ്ടി വരും. അതുപോലെ ചെസ് മാക്കി റെസ്റ്റോറൻറ്റ് പൊരിച്ച ഇറച്ചിക്ക് പേരെടുത്ത ഒരു ഭക്ഷണശാലയാണ്. കാമറൂൺ സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനാണ് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്.